you got hurt by somebody emotionally, physically, you must see that it is not just the other person's mistake, your mistake also. You were naive, you were not smart enough, you didn't see through the other person's intentions, or you were too much overpowering and the person just walk away. People do not know how to receive love. You give too much love, like is pouring a liter of milk into a small glass of 100 ml. You keep pouring, it goes out. They feel suffocated, even with love, because they don't know how to handle it. And then you feel hurt. They have not run away with malified intention, but they could not handle you. ജയ് ഗുരുദേവ്. ഗുരുദേവൻ നമ്മളോട് പറയണു, നമ്മുടെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോയില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി നമ്മളെ വിട്ടുപോയപ്പോൾ. അപ്പം അദ്ദേഹം പറയണു, ഇതിലെ കുറ്റം മുഴുവനും വിട്ടുപോയ ആൾക്ക് മാത്രമല്ല നമുക്കും ഉണ്ടെന്നാ ഗുരുദേവൻ പറയണേ. അതായത് നമ്മളത് സ്വയം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിവേകം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രവൃത്തികളിൽ എന്ന്. അദ്ദേഹം പറയണു, സ്നേഹത്തെ പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അതിനും ഒരു കഴിവ് വേണം. എവിടുന്നാണ് ഈ കഴിവ് കിട്ടുന്നത്? അവബോധത്തിൽ. അപ്പൊ ഒരു പക്ഷേ നമ്മൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്ന സ്നേഹം, ആ സ്നേഹപ്രകടനങ്ങൾ അമിതമായിട്ടുണ്ടാകാം. അമിതമായിട്ടുള്ള സ്നേഹപ്രകടനം വരുമ്പോൾ ആ വ്യക്തിക്ക് അത് എങ്ങനെ എടുക്കണം എന്നറിയാതെ പതറിപ്പോയിട്ടുണ്ടാകാം. അതുമൂലം നമ്മളെ വിട്ടുപോയി. അപ്പൊ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുരുദേവൻ പറയണു, നമ്മുടെ ജീവിതത്തിൽ വിവേകം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എങ്ങനെ വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാന്? അവബോധത്തോടുകൂടി. അപ്പൊ ഈ രണ്ടു പേര്, വിവേകവും അവബോധവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും അമിതമാവില്ല. അതിനൊരു ഉദാഹരണ സഹിതം അദ്ദേഹം പറയുന്നു, 100 ml ഗ്ലാസ്സിൽ 1 ലിറ്റർ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പാലെല്ലാം പുറത്തേക്ക് ഒഴുകി പോവും. എന്താ കാരണം? ഗ്ലാസിന്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. ചെറിയ അളവേ ആ ഗ്ലാസ്സിന് എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒഴിച്ച പാലോ എത്രയോ ഇരട്ടി. എന്ന പോലെ തന്നെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ മിതത്വം അപ്ലൈ ചെയ്യണം. എല്ലാ കാര്യത്തിലും മിഡിൽ പാത്ത്. ഇതെങ്ങനെയാ വരിക? അവബോധമുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ സ്നേഹബന്ധങ്ങളിലും നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഒന്നും കൂടുതലാകാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ എന്തുമാകട്ടെ അത് നമ്മളെ വിട്ടു പോവുക തന്നെ ചെയ്യും. ജയ് ഗുരുദേവ്.